ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മെന്റൽ അബിലിറ്റി എന്നുള്ള CUET UG 2023 വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദർ ഇൻ ദ ഫോളോയിങ് സീരീസ് ഓഫ് നമ്പേഴ്സ്, each of which is preceded by an even number and followed by an odd number. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. തന്നിരിക്കുന്ന ആ ഒരു നമ്പർ സീക്വൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടല്ലോ, തന്നിരിക്കുന്ന സീക്വൻസ് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു സീക്വൻസിൽ ഏത് രീതിയിൽ വരണം നിങ്ങളുടെ അറേഞ്ച്മെന്റ് നോക്കുക. ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഓക്കെ ആണ്. അതുപോലെ തന്നെ ഈച്ച് ഓഫ് വിച്ച് ഈസ് പ്രസീഡഡ് ബൈ ആൻ ഈവൻ നമ്പർ, അതായത് അതിന്റെ മുമ്പും എന്ത് വരണം, ഈവൻ നമ്പർ വരണം. അതുപോലെ തന്നെ ആൻഡ് ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ, അതിന് ശേഷം എന്ത് വരണം, ഒരു ഓഡ് നമ്പർ വരണം. ഈ രീതിയിൽ എത്ര ടേം തന്നിരിക്കുന്ന സീരീസിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന സീരീസിലെ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു ഈവൻ നമ്പർ വരുന്നുണ്ട് അല്ലെ, 4. നെക്സ്റ്റ് 8 ഒരു ഈവൻ നമ്പർ ആണ്, 4 ഒരു ഈവൻ നമ്പർ ആണ്, 6 ഒരു ഈവൻ നമ്പർ ആണ്, 4, 6, 8, നെക്സ്റ്റ് 4, 8, 2, 8. ഓക്കെ, ഇത്രയുമാണ് തീർച്ചയായിട്ടും എന്ത് വരുന്നത്, ഈവൺ നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഈ അടുത്തൊരു കാര്യം നോക്കാം. നിങ്ങൾക്ക് 2 ഈവൺ അടുപ്പിച്ച് വരണ്ടേ, എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ആ ഒരു കാര്യം പരിഗണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഫസ്റ്റ് ആ 4 നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും കഴിയില്ല. കാരണം അടുപ്പിച്ച് 2 ഈവൺ വരണം. ഓക്കെ, ഇവിടെയും നമുക്ക് കഴിയില്ല, ഇവിടെയും നമുക്ക് കഴിയില്ല, ഇവിടെയും കഴിയില്ല, ഇവിടെയും കഴിയില്ല. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 1 വരുന്നുണ്ട്, ഇവിടെയും 1 വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും 1 വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാനായോ? തീർച്ചയായിട്ടും ആയിട്ടില്ല. കാരണം അത് ഫോളോഡ് ബൈ ഓഡ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഈ 6ന്റെ ശേഷം ഓഡ് വരുന്നുണ്ട്, ദാറ്റ് മീൻസ് ഈ ഒരു കാര്യം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇവിടെ 6ന്റെ ശേഷം 7 വരുന്നുണ്ട്, ദാറ്റ് മീൻസ് അതും എന്താണ്, ഓഡാണ്. അതും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. 6ന്റെ മുമ്പ് 4 വന്നു, ദാറ്റ് മീൻസ് ഒരു ഈവൺ ആണ്. ശേഷം 7 വന്നു, ദാറ്റ് മീൻസ് ഒരു ഓഡ് നമ്പർ ആണ്. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2ന്റെ മുമ്പ് ഒരു ഈവൺ നമ്പറും അതുപോലെ തന്നെ 2ന്റെ ശേഷം ഒരു ഓഡ് നമ്പർ ആയിട്ടുള്ള 3യും വരുന്നുണ്ട്. അതും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ 4, 3 എന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. രാജ്, സീമ ആൻഡ് സുരേഷ് ആർ ഇന്റലിജന്റ്. ആരൊക്കെയാണ്? രാജ്, സീമ അതുപോലെ തന്നെ സുരേഷ്, ഇവർ 3 പേരും ഇന്റലിജന്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രാജ്, ഹേമന്ത് ആൻഡ് പ്രമോദ് ആർ ഹാർഡ് വർക്കിംഗ്. അപ്പോൾ രാജ്, ഹേമന്ത് അതുപോലെ തന്നെ പ്രമോദ്, ഇവർ 3 പേരും എന്താണ്, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഹേമന്ത്, സുരേഷ് ആൻഡ് പ്രമോദ് ആർ ഹോണസ്റ്റ്. ഹേമന്ത്, സുരേഷ് അതുപോലെ തന്നെ പ്രമോദ്, ഇവർ 3 പേരും എന്താണ്, ഹോണസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. രാജ്, സീമ ആൻഡ് പ്രമോദ് ആർ ആംബീഷ്യസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നൈദർ ഇന്റലിജന്റ് നോർ അംബീഷ്യസ്. അപ്പൊ ഇന്റലിജന്റും അല്ല അതുപോലെ തന്നെ ആംബീഷ്യസും അല്ല, അങ്ങനെ ഒരാള് ആരാണ് തീർച്ചയായിട്ടും ഈ 4 ഓപ്ഷനിൽ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സുരേഷ് നോക്കാം. സുരേഷ് ഇന്റലിജന്റ് ആണോ അംബീഷ്യസ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സുരേഷ് ഇന്റലിജന്റ് ആണ് അല്ലെ, സുരേഷ് ആർ ഇന്റലിജന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സുരേഷ് അല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹേമന്ത് നോക്കാം. ഹേമന്ത് ഇന്റലിജന്റിൽ ഉണ്ടോ? ഹേമന്ത് ഇന്റലിജന്റിൽ തീർച്ചയായിട്ടും വരുന്നില്ല. ഇനി ആംബീഷ്യസിൽ ഹേമന്ത് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ആംബീഷ്യസിലും വരുന്നില്ല. ദാറ്റ് മീൻസ് ഹേമന്ത് നമ്മുടെ ആൻസർ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് പ്രമോദ് നോക്കാം. പ്രമോദ് ഇന്റലിജന്റ് അല്ല, പക്ഷെ പ്രമോദ് എന്താണ്, ആംബീഷ്യസ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രമോദും അല്ല നമ്മുടെ ആൻസർ. നെക്സ്റ്റ് സീമ നോക്കുന്ന സമയത്ത് സീമ ഇന്റലിജന്റ് ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പൊ സീമയും അല്ല നമ്മുടെ ആൻസർ. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഹേമന്ത് ആണ്. ഹേമന്ത് ഈസ് നൈദർ ഇന്റലിജന്റ് നോർ അംബീഷ്യസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സിലോജിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു വെൻ ഡയഗ്രാം വരക്കാം. വെൻ ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഷൻ ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ, ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പൊ നോക്കാം. No lighthouse or farmhouse. Okay, no lighthouse or farmhouse. അപ്പൊ ഇത് ലൈറ്റ് ഹൗസ്, ഇത് ഫാം ഹൗസ്, അത് തമ്മിൽ യാതൊരുവിധ റിലേഷനും ഇല്ല. കാരണം നോ ലൈറ്റ് ഹൗസ് ആർ ഫാം ഹൗസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കാര്യം, രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓൾ മാൻഷൻസ് ആർ ലൈറ്റ് ഹൗസ്. അപ്പൊ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലായിട്ട് എന്ത് വരക്കാം, മാൻഷൻ വരക്കാം, മാൻഷൻ. ഓക്കെ, ഓൾ മാൻഷൻസ് ആർ ലൈറ്റ് ഹൗസ്. എല്ലാ മാൻഷനും എന്താണ്, ലൈറ്റ് ഹൗസ് ആണ്. എല്ലാ മാൻഷനും എന്താണ്, ലൈറ്റ് ഹൗസ് ആണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റും നമ്മൾ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തു, വരച്ചു. ഫസ്റ്റത്തെ കൺക്ലൂഷൻ നോക്കാം, ട്രൂ ആണോ ഫാൾസ് ആണോ, ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. നോ ഫയർ ഹൗസ് ആർ മാൻഷൻ.
നോ ഫയർ ഹൗസ് ആർ മാൻഷൻ എന്നാണ് ഫസ്റ്റത്തെ എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഫസ്റ്റത്തെ കൺക്ലൂഷൻ നോക്കാം. നോ ഫയർ ഹൗസ് ആർ മാൻഷൻ. ഫയർ ഹൗസും മാൻഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ആ ഒരു കൺക്ലൂഷൻ എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? ട്രൂ ശരിട്ട് കൊടുക്കുക. ഓൾ മാൻഷൻസ് ആർ ഫയർ ഹൗസ്. ഇവിടെ മാൻഷനും ഫയർ ഹൗസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഓൾ മാൻഷൻസ് ആർ ഫയർ ഹൗസ് എന്ന് പറയുന്നത് പൊട്ട തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ 1 മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഫോളോ ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എന്നുള്ളത് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. ഇവിടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിലെ തന്നെ ഡെസിഫറിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹിയർ ആർ സം വേർഡ്സ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്. അപ്പൊ നോക്കാം. TEAPL മീൻസ് റെഡ് പെൻ. ഓക്കെ, നെക്സ്റ്റ് PIMTEAPL മീൻസ് മാർക്ക് റെഡ്. നെക്സ്റ്റ് നോക്കാം. GORALANT മീൻസ് ഗ്രീൻ ലീഫ്. അപ്പോൾ ഓരോന്നിനും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകളും അതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. ജസ്റ്റ് ഇവിടെ ഈ 2 വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് റെഡ് പെൻ ആണ്. അപ്പോൾ TEAPL എന്ന് പറയുന്നത് ഒന്നിക്ക് റെഡ് ആവാം അല്ലെങ്കിൽ പെൻ ആവാം. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. വിച്ച് കോഡ് കുഡ് മീൻ മാർക്ക് ഗ്രീൻ ഇൻ ദ സെയിം ലാംഗ്വേജ്. അപ്പോൾ മാർക്ക് ഗ്രീൻ എന്നുള്ളതിന്റെ കോഡ് ഈ ഒരു ലാംഗ്വേജിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നോക്കാം. ഫസ്റ്റത്തേതിലും രണ്ടാമത്തേതിലും റെഡ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് TEAPL രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലോ. അതിന്റെ മീനിങ് എന്തായിരിക്കും? റെഡ് ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ബാക്കി മാർക്കിന്റെ കോഡ് ഇവിടെ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? PIM എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ മാർക്കിന്റെ കോഡ് എന്താണ്? PIM എന്നുള്ളത്. PIM ഏതെങ്കിലും ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. ഓക്കെ, ഓപ്ഷൻ 3 മാത്രമേ എന്തുള്ളൂ? PIM ഉള്ളൂ. നമ്മളോട് മാർക്ക് ഗ്രീൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കിന്റെ എന്താണ്? PIM ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബാക്കിയുള്ളത് കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കണ്ടെത്താൻ നിങ്ങൾക്ക് ആവില്ല. ഓക്കെ, ഈ ഒരു ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത് വേറെ രീതിയിലും നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇവിടെ ഒരു ഡാറ്റ സഫിഷ്യൻസി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡാറ്റ സഫിഷ്യൻസിയിൽ നിങ്ങൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യന്റെ അൾട്ടിമേറ്റ് ആൻസർ കണ്ടെത്തുക എന്നുള്ളതല്ല നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഹൂ ഈസ് ഓൾഡർ, അമിത് ഓർ നവീൻ? അപ്പൊ 2 വ്യക്തികളുടെ ആരൊക്കെയാണ്? അമിത്തും അതുപോലെ തന്നെ നവീനും. ഇവരിൽ ആരാണ് കൂടുതൽ ഏജ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ഓൾഡർ ആയിട്ടുള്ളത് ആരാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ആരുടെ ഏജ് ആണ് കൂടുതൽ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു യുണീക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയണം. ഒരു യുണീക്ക് ആൻസർ ആരും വലുതായിക്കോട്ടെ, നമുക്കത് വിഷയമല്ല. പക്ഷെ നമുക്കൊരു യുണീക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയണം. അതായത് അമിതാണ് വലുത് അല്ലെങ്കിൽ നവീൻ ആണ് വലുത് എന്ന് നമുക്ക് പറയാൻ കഴിയണം, ഉറപ്പിച്ച് പറയാൻ കഴിയണം. ഒരു ഡൗട്ട്ഫുൾ അല്ലാതെ ഉറപ്പിച്ച് പറയാൻ കഴിയണം, പോസിബിലിറ്റീസ് ഇല്ലാതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്കത് പറയാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. നവീൻ വാസ് ബോൺ ഇൻ 1990 ആൻഡ് ഈസ് 5 years യങ്ങർ ദാൻ അമിത്സ് ബ്രദർ. അപ്പോ നവീന് 1990 എന്ത് ചെയ്തിട്ടുള്ളത്? ജനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അമിത്തിന്റെ ബ്രദറിന്റെ 5 വയസ്സ് യങ്ങർ ആണ്. അപ്പൊ അമിത്തിന്റെ ബ്രദർ തീർച്ചയായിട്ടും ജനിച്ചിട്ടുണ്ടാവുക എത്രയിലായിരിക്കും? അമിത്സ് ബ്രദർ 1985 കാരണം അമിത്തിന്റെ ബ്രദർ എന്ന് പറയുന്നത് നവീനേക്കാളും 5 വയസ്സ് കൂടുതലാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷെ അവിടെ അമിത്തിന്റെ ബ്രദറിനേക്കാളും അമിത് മൂത്തതാണോ ഇളയതാണോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് മൂത്ത ആളെയും അതുപോലെ തന്നെ ഇളയ ആളെയും നമ്മൾ എന്ത് വിളിക്കും? ബ്രദർ എന്ന് വിളിക്കും. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിന്ന് മാത്രം നവീനാണോ അമിതാണോ വലുത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും കഴിയില്ല. 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ അമിതാവാം അല്ലെങ്കിൽ നവീനാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ പറയാൻ വേണ്ടി പറ്റില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാൻ നോക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് അറിയേയില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അമിത് ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹിസ് ബ്രദർ. അമിത് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ ഇരട്ടി വയസ്സുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നവീനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് അറിയില്ല കേട്ടോ. അപ്പൊ പിന്നെ പറയരുത് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലല്ല എന്റെ കാര്യം പറഞ്ഞെന്ന് പറയരുത്. കാരണം ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുന്നില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ട് നവീനാണോ അമിതാണോ കൂടുതൽ എനിക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. കാരണം അവിടെ നവീനെ കുറിച്ച് യാതൊരുവിധ ഡാറ്റയും എന്ത് ചെയ്യുന്നില്ല, തീർച്ചയായും പറയുന്നില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ടും അല്ലെങ്കിൽ അലോൺ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ പറയാൻ വേണ്ടി പറ്റില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഫസ്റ്റത്തെ ഡാറ്റയും രണ്ടാമത്തെ ഡാറ്റയും കമ്പൈൻ ചെയ്യണം. അപ്പൊ ഇതാണ് അതിന്റെ മെത്തേഡ്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നു. ഇത് രണ്ടും അലോൺ കിട്ടുന്നില്ലെങ്കിൽ രണ്ടും കൂടി ഞാൻ ഡാറ്റ കമ്പൈൻ ചെയ്യാം. അപ്പൊ ഫസ്റ്റത്തിൽ എനിക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട് എന്താണ്? അമിത്തിന്റെ ബ്രദർ എന്ന് പറയുന്നത് നവീനേക്കാളും മൂത്തതാണ് അല്ലെ? അമിത്തിന്റെ ബ്രദർ എന്ന് പറയുന്നത് നവീനേക്കാളും 5 വയസ്സ് മൂത്തതാണ്. ആ
ആ ബ്രദറിനെക്കാളും ഇരട്ടി വയസ്സുള്ള ആളാണ് തീർച്ചയായിട്ടും ആര്? അമിത് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നവീനെക്കാളും മൂത്തതായിരിക്കും ആരെന്ന് പറയുന്നത്? അമിത് എന്ന് പറയുന്നത്. അപ്പൊ ആരാണോ മൂത്തത് ആരാണ് ഇളയതെന്നൊന്നും നമ്മൾ വിഷയമല്ല. പക്ഷെ നമുക്ക് യൂണീക്ക് ആയിട്ട് അവിടുന്ന് ഒരു ആൻസർ കിട്ടിയില്ല. എപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടിയത്? സ്റ്റേറ്റ്മെന്റ് 1ലെയും സ്റ്റേറ്റ്മെന്റ് 2ലെയും ഡാറ്റ കമ്പൈൻ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഒരു യുണീക്ക് ആൻസറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? എത്താൻ വേണ്ടി പറ്റിയത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. ഇഫ് സ്റ്റേറ്റ്മെന്റ് 1 and 2 ടുഗദർ ആർ നീഡഡ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻ. രണ്ടും കൂടി ടുഗദർ ആയിട്ട് എടുക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അതിൽ ഡാറ്റാസ് കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു യുണീക്ക് ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? എത്താൻ വേണ്ടിയിട്ട് കഴിയുന്നുള്ളൂ. അപ്പൊ ഈ രീതിയിലാണ് ഒരു ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. അറ്റ് വാട്ട് ആംഗിൾ ദ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ആർ ഇൻക്ലൈൻഡ് at 15:07. അതായത് 7:15 അവർ ഹാൻഡും അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആ ഒരു ആംഗിൾ എത്രയായിരിക്കും, തീറ്റ എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ ഓൾറെഡി അറിയുന്നതാണ്. തീറ്റ ഇസ് ഈക്വൽ ടു 30h മൈനസ് 11/2 m. ഇവിടെ h എന്ന് പറയുന്നത് അവിടെ ഹവർ ആണ് ഉദ്ദേശിക്കുന്നത്, m എന്ന് പറയുന്നത് മിനിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ആംഗിളിനെ സൂചിപ്പിക്കുന്നതാണ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ h ഇവിടെ ഹവർ എത്രയാണ്? 15:07. 7:15. ദാറ്റ് മീൻസ് ഹവർ 7 ആണ്. 30 × 7 മൈനസ് 11/2 ഇൻറ്റു m എന്ന് പറയുന്നത് മിനിറ്റ് എത്രയാണ്? 15 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 210 മൈനസ് 11/2 എന്ന് പറയുമ്പോൾ 5.5 ഇൻറ്റു 15. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് 55 × 15 നോക്കാം. 25, 2, 25, 27, 5, 5. ഓക്കെ, 2, 1, almost 8. Okay, is equal to 210 minus 82.5. പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആൻസറിൽ ഒരു 0.5 വരും അല്ലേ? ഇവിടെ ഒരു ഹോൾ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു 0.5 മൈനസ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ആൻസറിൽ 0.5 വരും. ആ ഒരു രീതിയിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിറർ ഇമേജ് ഓഫ് ദി വേർഡ് ബ്രെയിൻ സ്റ്റോമിംഗ്. ഓക്കെ, ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ മിറർ ഇമേജ് ഏതായിരിക്കും? ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷനിൽ നോക്കുകയാണ്. ജി സെയിം ആണ്, എൻ സെയിം ആണ്, ഐ സെയിം ആണ്, എം സെയിം ആണ്, ആർ. ഓക്കെ, ആറിൽ നോക്കുമ്പോൾ തന്നെ എനിക്ക് ആൻസർ മാർക്ക് ചെയ്യാം. ഏതാണ്? ഓപ്ഷൻ 4 ആയിരിക്കും എൻ്റെ ആൻസർ എന്നുള്ളത് എനിക്ക് മാർക്ക് ചെയ്യാം. കാരണം ഈ 3 R'ും മൂന്നാറല്ല, ഇതിലുള്ള 3 R'സും എന്താണ്? തീർച്ചയായിട്ടും ഒരേപോലെയാണ്. അതായത് നമ്മുടെ നോർമൽ നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, അത് മിറർ ഇമേജ് ആയിട്ടല്ല. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ 6 മാത്രം നോക്കിയിട്ട് നമുക്ക് ഓപ്ഷൻ 4 ആണ് ആൻസർ എന്നുള്ളത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറയുന്നത് ഒരു മിസ്സിംഗ് നമ്പർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഷുഡ് റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? ക്വസ്റ്റ്യൻ മാർക്കിന് ഏത് നമ്പർ റീപ്ലേസ് ചെയ്യുന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, 16, 25, 9, 81, 64, 36. ഓക്കെ, വെരി നൈസ്. എന്താണ്? എല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഓക്കെ, 4 സ്ക്വയർ, 5 സ്ക്വയർ, 3 സ്ക്വയർ, 9 സ്ക്വയർ, 8 സ്ക്വയർ, 6 സ്ക്വയർ. ഓക്കെ, ഇവിടെ 10 എങ്ങനെ വന്ന്? 4 + 6. ഓക്കെ, 13 എങ്ങനെ വന്ന്? 5 + 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 + 9 എന്ന് പറയുമ്പോൾ 12 വരും. ഓപ്ഷൻ 3 12. അപ്പൊ ഏതിനൊക്കെ സ്ക്വയർ ആണോ ആ ഒരു നമ്പേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുന്നു. 3ന്റെ സ്ക്വയർ വന്നു, 3 എടുത്ത്. അതുപോലെ തന്നെ 9ന്റെ സ്ക്വയർ വന്നു, അപ്പോൾ 9 കൊടുത്തു. 3 + 9 എന്ന് പറയുമ്പോൾ 12 വന്നു. നെക്സ്റ്റ് നോക്കാം. എ മാൻ സെഡ് ടു എ വുമൺ. അപ്പോൾ ഒരു പുരുഷൻ എന്ത് ചെയ്യാണ്? ഒരു സ്ത്രീയോട് ജസ്റ്റ് ഒരു കാര്യം പറയാണ്. എന്താണ് പറയുന്നത്? ആരാ പറയുന്നത്? മാൻ ആണ് പറയുന്നത്. ദ ഓൺലി സൺ ഓഫ് യുവർ ബ്രദർ. ആര് ബ്രദർ ആണ്? വുമന്റെ ബ്രദർ ആണ്. മാൻ ആണ് പറയുന്നത് വുമനോട്. അപ്പൊ നോക്കാം, വുമൺ അവർ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സർക്കിളിനുള്ളിലായിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. കാരണം എന്താ? ഒരു ലേഡി ആയതുകൊണ്ട് സർക്കിളിനുള്ളിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി മെയിൽ ആണെങ്കിൽ ഞാൻ ഒരു കള്ളിനുള്ളിലായിട്ട് റെപ്രസെന്റ് ചെയ്യും. ദ ഓൺലി സൺ ഓഫ് യുവർ ബ്രദർ. അപ്പൊ ഇവരുടെ ബ്രദർ, ഈ ഒരു വുമന്റെ ബ്രദർ, അവരുടെ ഓൺലി സണ്ണ്. ഓക്കെ, ഓൺലി സൺ ഈസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്. ഇപ്പോൾ ഇവർക്കൊരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആണ് തീർച്ചയായിട്ടും ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മാനിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്ന എ മാൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ മാൻ. ഓക്കെ, ഇവിടെ വുമനെ ഞാൻ എന്ത് വിളിക്കുകയാണ്? ബി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. ദ ഓൺലി സൺ ഓഫ് യുവർ ബ്രദർ. അപ്പൊ മാൻ ആ പെണ്ണിനോട് പറയാണ്. അപ്പൊ ഈ ഒരു സ്ത്രീയുടെ ബ്രദറിന്റെ ഓൺലി സൺ എന്ന് പറയുന്നത് എന്റെ വൈഫിന്റെ ബ്രദർ ആണെന്ന് പറയുന്നത്. കറക്റ്റ് ആണല്ലോ? ആ ഒരു വരച്ച റിലേഷൻ വളരെ കറക്റ്റ് ആണ്. അപ്പൊ ചോദിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ, ഹൗ ഈസ് ദാറ്റ് വുമൺ റിലേറ്റഡ് ടു വൈഫ് ഓഫ് ദാറ്റ് മാൻ? അപ്പൊ വൈഫ് ഓഫ് ദാറ്റ് മാൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റർ ആണ് അല്ലെ? ഇയാളുടെ വൈഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റർ ആണ്. ഈ ഒരു സിസ്റ്ററും ഈ ഒരു ബി എന്ന് പറയും. ഞാൻ സിസ്റ്ററിന്റെ സി എന്ന് വിളിക്കുകയാണ്. ഈ ഒരു സിയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പൊ നോക്കാം, സിയുടെ
ഫാദർ തന്നെയല്ലേ ഈ ഒരു ബ്രദർ? തീർച്ചയായിട്ടും ഇവർ രണ്ടാളും എന്താണ്, ബ്രദറും സിസ്റ്ററും ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനെ പോലെ കൊടുത്തത് എന്താണ്, അവർ കപ്പിളാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് ഇവിടെ ബ്രദർ സിസ്റ്റർ ആ ഒരു റിലേഷൻ ആണ്. അപ്പൊ ഇവരുടെ രണ്ടാളുടെയും ഫാദർ സെയിം ആണ്. ഈ ഒരു ബ്രദർ ആണ് തീർച്ചയായിട്ടും ഇവരുടെ രണ്ടാളുടെയും ഫാദർ വരുന്നത്. അപ്പൊ എന്റെ ഫാദറിന്റെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ആരാണ്? എന്റെ ആൻഡ് ആണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഓപ്ഷൻ എ ആൻഡ് എന്നുള്ളതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് March 27, 2015 was Sunday. നോക്കിക്കോ, ഡേറ്റ് നോക്കിക്കോ. March 27, 2015 ഏതാ ദിവസം? സൺഡേ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദി ഡേ ഓൺ June 27, 2016? June 27, 2016 ഏത് ദിവസമായിരിക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് March 27, 2016 ആണ്. അതിൽ നിന്ന് എനിക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഡേറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ എന്തുകൊണ്ട് March 27, ഇത് March 27 ആയതുകൊണ്ട് ഒരു ഇയറിലെ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് കാര്യം നമ്മൾ നോക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റും നമുക്ക് കാണേണ്ട ഡേറ്റും തമ്മിൽ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ആര് വരുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റാള് ആര്? ലീപ്പ് ഇയറിന്റെ കൺസെപ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ലീപ്പ് ഇയറിന്റെ ആ ഒരു എക്സ്ട്രാ ഡേ വരുന്നുണ്ടോ എന്നുള്ളത്. ഏതാണ്? February 29th. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ March 2015 മുതൽ June 2016 വരെ എടുക്കുന്ന സമയത്ത് അവിടെ ആര് വരുന്നുണ്ട്? ലീപ്പ് ഇയറിലെ ആ ഒരു February 29 വരുന്നുണ്ട്. കാരണം 2016 എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീപ്പ് ഇയർ ആണ്. അപ്പൊ ഒരു ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേ ഉണ്ട്? 2 ഓഡ് ഡേ ആണ് അല്ലെ? 366 ദിവസങ്ങളാണ്. ദാറ്റ് മീൻസ് 66 ആണ്. 2 ഓഡ് ഡേയ്സ്. അപ്പോ സൺഡേയിൽ നിന്ന് 2 ഡേ കൂട്ടി കൊടുക്കുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. ഓക്കെ, നമ്മുടെ ആൻസർ ആയോ? തീർച്ചയായിട്ടും ആൻസർ ആയിട്ടില്ല. നമ്മളിപ്പോ എന്തേ കണ്ടെത്തിയിട്ടുള്ളൂ? March 27, 2016 കണ്ടെത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? June 27 കണ്ടെത്തണം. അപ്പൊ നമ്മളിവിടെ എത്തി, March 27 എത്തി. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ മാർച്ചിൽ ഇനി ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? ബാക്കി 4 ദിവസമാണ്. 4 ദിവസം ഞാൻ 4 ഓഡ് ഡേ ആയി കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഏപ്രിൽ 30 ദിനങ്ങളുള്ള മാസമാണ്. ദാറ്റ് മീൻസ് 2 ഓഡ് ഡേ ആണ് ഏപ്രിൽ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് മെയ് ആണ്. മെയ്യിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? മെയ്യിൽ 3 ഓഡ് ഡേയ്സ് ഉണ്ടാവും. ഓക്കെ, മെയ് നെക്സ്റ്റ് ജൂൺ ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ജൂൺ ആണ്. ജൂൺ നമുക്ക് ഫുൾ കാൽക്കുലേറ്റ് ചെയ്യണോ? വേണ്ട, നമുക്ക് June 27 വരെ ഉള്ളത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. June 27 വരെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 7, 14, 21 വരെ വന്നു. ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? ബാക്കി 6 ദിവസങ്ങളുണ്ട് അല്ലെ? ബാക്കി 6 ദിവസങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 4 + 2 എന്ന് പറയുമ്പോൾ 6 ആണ്. 6 + 6 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 12 ആണ്. 12 + 3 എന്ന് പറയുമ്പോൾ 15 ആണ്. 15 ഡേയ്സ്. ഓക്കെ, 15ൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 7 പോയി, 14 പോയി, ബാക്കി ഒരു ഡേ, റിമൈൻഡർ 1 മാത്രമേ ഉള്ളൂ. ഇപ്പൊ 1 ഓഡ് ഡേ. അപ്പൊ ഈ ട്യൂസ്ഡേയിലേക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ദിവസം കൂടി കൂട്ടി കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് വെനസ്ഡേ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഏറ്റവും അടുത്തേക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഡേറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ March 27, 2015 കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കണ്ടെത്തുന്നത് March 27, 2016. കാരണം ഒരു ഇയർ, കറക്റ്റ് ഒരു ഇയർ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എനിക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും. ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ട്യൂസ്ഡേ ആണെന്ന് എനിക്ക് കിട്ടി. എന്തുകൊണ്ടാണ് ഞാൻ 2 ഓഡ് ഡേയ്സ് എടുത്തത്? അവിടെ ലീപ്പ് ഇയറിന്റെ കൺസെപ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ലീപ്പ് ഇയർ വരുന്നുണ്ട്. 2016 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്തത്. വീണ്ടും ഞാൻ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ആ ഒരു ഡേറ്റിൽ നിന്ന് March 27 നിന്ന് എനിക്ക് എവിടെ എത്തണം? June 27 എത്തണം. അപ്പൊ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ആഡ് ചെയ്ത് കൊണ്ടുപോവാണ്. അവിടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ്. ആ രീതിയിൽ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഒരു ഓഡ് ഡേ മാത്രമാണ് കിട്ടിയത്. ആ ഒരു ഓഡ് ഡേ ഞാൻ എന്ത് ചെയ്യുന്നു? ട്യൂസ്ഡേയിലേക്ക് ആഡ് ചെയ്യുന്നു. എത്രയായി? ട്യൂസ്ഡേന്റെ അടുത്തൊരു ഓഡ് ഡേ കൂട്ടുമ്പോൾ വെനസ്ഡേ ആയിരിക്കും എന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ബാക്കി സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.